UK-യിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ UK-യിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിലെ NHS ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫ് നഴ്സസിന്റെ ക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. UK-യിലെ ഏറ്റവും പ്രമുഖമായ ഒരു യൂണിയൻ ആയിരിക്കുന്ന RC, അതായത് റോയൽ കോളേജ് ഓഫ് നഴ്സസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന ഒരു സർവേയിൽ UK-യിലെ NHS ഹോസ്പിറ്റലുകളിലെ 1/3 ഷിഫ്റ്റുകളിൽ മാത്രം ജോലി ചെയ്യാനുള്ള സ്റ്റാഫ് നേഴ്സാണ് ഇവിടെ ഉള്ളതെന്നാണ്. ഏകദേശം ഒരു 11,000-ഓളം സ്റ്റാഫ് നേഴ്സുമാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ 81% നേഴ്സുമാർ പറഞ്ഞത് അവർക്ക് ആവശ്യത്തിന് മതിയായ രീതിയിൽ രോഗികളെ പരിചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. UK-യിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ചർച്ചകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഋഷി സുനക് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ ടൈമിൽ എക്കാലത്തെയും കൂടുതൽ സ്റ്റാഫ് നഴ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സുമാണ് UK-യിലെ NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും UK-യിൽ ഏകദേശം ഒരു 92,000-ഓളം നേഴ്സസിൻ്റെയും 28,000-ഓളം ഡോക്ടേഴ്സിൻ്റെയും കുറവുണ്ട്. അത് പരിഹരിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിരിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് UK-യിൽ ഇംഗ്ലണ്ടിൽ മാത്രം ഏകദേശം 100,000-ൽ പരം NHS സ്റ്റാഫിൻ്റെ വേക്കൻസികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. നമുക്കറിയാം ലേബർ ഒരു പക്ഷെങ്കിൽ അവർ ഭരണത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് UK-യിലെ NHS ഹോസ്പിറ്റലുകളിൽ വലിയ ഒരു ബാക്ക്ലോഗാണ് ഇവിടുത്തെ അപ്പോയിൻമെൻറ്റുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഏകദേശം ഒരു 2 മില്യൺ അപ്പോയിൻമെൻറ്റുകൾ അവർ കൂട്ടാനായിട്ട് പോകുന്നു. ഏകദേശം ഒരു 40,000-ഓളം NHS അപ്പോയിൻമെൻറ്റുകൾ ഒരാഴ്ചയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടികളും പറയുന്നത് UK-യിലെ NHS ഹോസ്പിറ്റലുകളിൽ, ഇംഗ്ലണ്ടിലെ NHS ഹോസ്പിറ്റലുകളിൽ ഈ ഒരു സ്റ്റാഫ് നഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ അവർ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ഇവരുടെ റിക്രൂട്ട്മെന്റുകൾ നടത്താനായിട്ട് കാര്യമായ പരിഗണന നൽകും എന്നുള്ളതാണ്. ഋഷി സുനകിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടികളുടെ ഒരു ലോങ് ടൈം NHS പ്ലാൻ എന്ന് പറയുന്നത് തന്നെ കൂടുതൽ GP സെന്ററുകൾ ഉണ്ടാക്കുക, ഏകദേശം ഒരു 50%-ഓളം GP സെന്ററുകൾ നിർമ്മിക്കുക. അതേപോലെ തന്നെ അഡൽട്ട് നഴ്സിംഗ് ട്രെയിനിങ് സെന്ററുകൾ ഏകദേശം ഒരു 90%-ഓളം കൂട്ടുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2031-32 കൂടുതൽ നഴ്സിംഗ് ട്രെയിനിങ് സെന്ററുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ NHS ഇംഗ്ലണ്ട് അല്ലെങ്കിൽ UK-യിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നഴ്സിംഗ് മേഖലയിൽ വരുന്ന ടെൻഷനുകൾ, പ്രഷർ, അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ്. മാത്രമല്ല അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ വളരെയധികം തുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായ യങ് ജനറേഷനിൽ അവർക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട് അവർ ഒരു വിമുഖത കാട്ടുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഗവൺമെൻറ് അവർക്ക് ആവശ്യത്തിന് അവർ സ്റ്റാഫിനെ നിയമിക്കുകയും മതിയായ ഒരു വേതനം ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യങ്ങായിട്ടുള്ള ആൾക്കാർ ഈ ഒരു നേഴ്സിംഗ് പഠിക്കാനായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 2.4 ബില്യൺ പൗണ്ടാണ് ഇതിനു വേണ്ടി ഇപ്പോഴവർ അവർ മാറ്റിവെച്ചിരിക്കുന്നത്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം പ്ലാനിൽ കൂടിയായിരിക്കും അവരും മുന്നോട്ട് പോകുന്നത്. കൂടുതൽ GP സെൻറ്ററുകൾ ഇംഗ്ലണ്ടിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്ററുകൾ വലിയ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ആൾക്കാരെ ഇവിടുന്ന് തന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം UK അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷനാണ്. അവർക്ക് ഇൻ്റർനാഷണലി റിക്രൂട്ട്മെൻറ്റുകൾ നേഴ്സസിനെ മാത്രം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി അവർക്ക് എന്തായാലും ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ സാധിക്കാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള GP സെൻറ്ററുകളും അതുപോലെ തന്നെ കൂടുതൽ ട്രെയിനിങ് സെൻറ്ററുകളും നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ 2.4 ബില്യൺ പൗണ്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നു. ഇത്രയും നാൾ അവർ പ്രചരണത്തിനും അതുപോലെ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിലും അവരുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈമിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അവർക്ക് നടപ്പിലാക്കാതിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ കൺസർവേറ്റീവ് കക്ഷികൾ ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ പറഞ്ഞിട്ട് പോകുന്നത് ഏകദേശം 92,000-ഓളം നേഴ്സസിൻ്റെ ഒഴിവുകൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മാത്രമുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു ഗവൺമെൻറ്റിന് ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. കമ്മ്യൂണിറ്റി നേഴ്സുമാരുടെ ഇടയിൽ വലിയൊരു ഷോർട്ടേജാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കമ്മ്യൂണിറ്റി നേഴ്സസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം ഒരു 50 രോഗികളെ ദിവസേന അവർക്ക് കാണേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഓവർ പ്രഷറിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഇത്രയും അധികം രോഗികളെ അവർക്ക് ദിവസേന പരിചരിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പല രോഗികളെയും അവർക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകാനോ കഴിയുന്നില്ല.
അങ്ങനെ പല രോഗികളും മരണത്തിലേക്ക് പോകുന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴേ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും മെൻ്റൽ ഹെൽത്ത് നേഴ്സസ് ആണെങ്കിലും അഡൽട്ട് നേഴ്സിംഗ് ആണെങ്കിലും ഇങ്ങനെ വലിയ ഒരു രീതിയിലുള്ള രൂക്ഷമായ ഒരു ക്ഷാമത്തിലേക്ക് ഇപ്പോഴും UK കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ള രോഗികളുടെ അനുപാതത്തിലുള്ള നേഴ്സസിനെ അപ്പോയിൻമെന്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേഴ്സ് രോഗി അനുപാതം ഒരു അപകടകരമായ നിലയിൽ എത്തിയെന്നും അതുപോലെ തന്നെ തോൽക്കുമെന്ന ഉറപ്പുള്ള ഒരു യുദ്ധത്തിലാണ് ഇപ്പോഴേ നേഴ്സുമാരെ ഇടപെട്ടിരിക്കുന്നതുമാണ് ഇപ്പോഴത്തെ നമ്മുടെ RCNന്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ നിക്കോള റേഞ്ചർ അഭിപ്രായപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരായി നിങ്ങൾ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഇപ്പോഴേ കോറിഡോറിൽ ധാരാളം പേഷ്യൻസിനെ നമ്മൾ ചികിത്സിക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു കോറിഡോറിൽ ചികിത്സിക്കുന്ന പേഷ്യൻസിൻ്റെ എണ്ണത്തിലും വലിയൊരു വർധനവ് വന്നിരിക്കുന്നു. നമ്മളുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കോറിഡോറുകൾ ധാരാളം പേഷ്യൻസ് അവിടെ ഉണ്ടാകും. പക്ഷേ NHS ഹോസ്പിറ്റലിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഒരു കോവിഡിന് ശേഷം ധാരാളം പേഷ്യൻസ് വരുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള ബെഡുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാ വാർഡുകളിലും 2ഉം 3ഉം കോറിഡോർ പേഷ്യൻറ്റുകളുണ്ട്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡമോ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയോ ഒന്നും തന്നെ നൽകാനായിട്ട് UKയിലെ NHS ഹോസ്പിറ്റലുകൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബെഡുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കുക എന്നുള്ളൊരു പ്രഷറാണ് പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിന് ഇനിയിപ്പോഴും ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2024 കണക്കുകൾ പ്രകാരം NHS ഇംഗ്ലണ്ടിൽ മാത്രം ഏകദേശം 1.3 മില്യൺ ഫുൾ ടൈം എംപ്ലോയീസ് FTE ആണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 1,40,653 ഡോക്ടേഴ്സും 3,53,969 സ്റ്റാഫ് നേഴ്സസുമാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ 2024 മാർച്ച് എൻഡിൽ വന്നിരിക്കുന്ന പുതിയ ഒരു കണക്കുകൾ പ്രകാരം NHS ഇംഗ്ലണ്ടിൽ മാത്രം ഏകദേശം 1,658 ഫുൾ ടൈം എംപ്ലോയീസിന്റെ ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. ബ്രെക്സിറ്റ് വന്നതിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ധാരാളം നേഴ്സസാണ് അവരുടെ രജിസ്ട്രേഷൻ ഏകദേശം ഒരു 88% നേഴ്സസാണ് അവരുടെ രജിസ്ട്രേഷൻ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നേഴ്സുമാർ അവർ രാജ്യം വിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ധാരാളം നേഴ്സസിൻ്റെ ഒഴിവുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഗവൺമെൻറ് ഇനിയിപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലേബർ ഗവൺമെൻറ് ആയിരിക്കാം ഇനിയിപ്പോൾ ഭരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും NHSലെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു പരിഗണന. ഏതൊരു ഗവൺമെൻറ് നിലവിൽ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ നെറ്റ് മിഗ്രേഷൻ കുറച്ചുകൊണ്ട് ഇൻ്റർനാഷണലി എങ്ങനെ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താമെന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും അവർ പരിഗണന നൽകുന്നത്. നമ്മളെപ്പോലൊക്കെ നമ്മളുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് UKയിലെ ഇപ്പോഴത്തെ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കാനായിട്ട് നോക്കിയിരിക്കുന്നത്. എന്തായാലും പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും വെളിയിൽ വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 92,000-ഓളം നേഴ്സസിൻ്റെ ഒഴിവുകൾ ഇപ്പോഴും ടോട്ടലി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു ഗവൺമെൻറ് ഇവിടെ ഇപ്പോഴും ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ റിക്രൂട്ട്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് അവർ റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നൽകുന്നത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഈ ഒരു പുതിയ സർവേ കൂടി വെളിയിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ പുറത്ത് വന്നിരിക്കുന്ന പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. UKയിലുള്ള നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങളൊരു ID കാർഡ് കൂടി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.